ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ടാം ഘട്ട 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ കുറച്ച് ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സുമായിട്ടുള്ള ക്ലാസ്സാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്നാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്: വാഗ്ബടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? വാഗ്ബടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്, കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. വാഗ്ബടാനന്ദ ഗുരു അന്തരിച്ചത് 1939 1939. അപ്പോൾ ഈ ഒരു പ്രസ്താവന പൂർണ്ണമായിട്ടും തെറ്റാണ്. അപ്പോൾ നമ്മളോട് ശരിയായിട്ടുള്ള ആൻസറാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1, 2, 3 മാത്രം എന്നതാണ്. 1, 2, 3 മാത്രം, 4 തെറ്റാണ്. ഓക്കെ, വാഗ്ബടാനന്ദനെ കുറിച്ച് കൂടുതൽ നോക്കുകയാണെങ്കിൽ 1885 ഏപ്രിൽ 27 ജനനം. 1885 ഏപ്രിൽ 27 ജനനം. ജന്മസ്ഥലം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ പാട്യം. ഇനി ജന്മഗൃഹം വാഗ്ബടാനന്ദ ഗുരുവിൻ്റെ ജന്മഗൃഹമാണ് വയലേരി വീട്. യഥാർത്ഥ നാമം എന്താണ്? വാഗ്ബടാനന്ദ ഗുരുവിൻ്റെ യഥാർത്ഥ നാമമാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നത്. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്ന യഥാർത്ഥ നാമം ആരുടേതാണ്? വാഗ്ബടാനന്ദ ഗുരുവിൻ്റേതാണ്. അദ്ദേഹം അന്തരിച്ചത് എപ്പോഴാണ്? 1939 ഒക്ടോബർ 29. 1939 ഒക്ടോബർ 29. വാഗ്ബടാനന്ദ ഗുരുവിൻ്റെ ജനനം 1885 ഏപ്രിൽ 27. എവിടെയാണ് ജന്മസ്ഥലം? കണ്ണൂർ ജില്ലയിലെ പാട്യമാണ്. ജന്മഗൃഹമാണ് വയലേരി വീട്. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നതാണ് യഥാർത്ഥ നാമം. 1939 ഒക്ടോബർ 29 അദ്ദേഹം അന്തരിച്ചു. ഇനി മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? വാഗ്ബടാനന്ദൻ. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തി വാഗ്ബടാനന്ദൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ സമകാലീനനായിരുന്ന മലബാറിലെ നവോത്ഥാന നായകൻ ആരാണ്? അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവിൻ്റെ സമകാലീനനായിരുന്ന മലബാറിലെ നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ബടാനന്ദനാണ്. മാറിപ്പോകരുത് കേട്ടോ. ഇനി പ്രസിദ്ധമായ മാസികകൾ ഏതൊക്കെയാണ്? വാഗ്ബടാനന്ദ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട മാസികകളാണ് ശിവയോഗ വിലാസം, അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, യജമാനൻ എന്നിവ. ഏതൊക്കെയാണ്? ശിവയോഗ വിലാസം, അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, യജമാനൻ എന്നിവ വാഗ്ബടാനന്ദൻ്റെ പ്രധാനപ്പെട്ട മാസികകളാണ്. ഇനി പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നോക്കുകയാണെങ്കിൽ ആത്മവിദ്യ, അധ്യാത്മയുദ്ധം, പ്രാർത്ഥനാഞ്ജലി, ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും, ഈശ്വര വിചാരം, ആത്മവിദ്യാ ലേഖാമാല, കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എന്നിവയാണ് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. വാഗ്ബടാനന്ദൻ്റെ പ്രധാനപ്പെട്ട മാസികകൾ ശിവയോഗവിലാസം, അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, യജമാനൻ എന്നിവയാണ്. പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ആത്മവിദ്യ, അധ്യാത്മയുദ്ധം, പ്രാർത്ഥനാഞ്ജലി, ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും, ഈശ്വര വിചാരം, ആത്മവിദ്യാ ലേഖാമാല, കൊട്ടിയൂർ പാട്ട് എന്നിവയാണ്. ഓക്കെ, ഇനി ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ്. ഏത് വർഷം? 1917. 1917 ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് 1917. ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രമാണ് അഭിനവ കേരളം. ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അഭിനവ കേരളം എന്ന പേരിലാണ്.
ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ചൊരു വാരികയുണ്ട്. അതാണ് ആത്മവിദ്യാ കാഹളം എന്നത്. ആത്മവിദ്യാ കാഹളം ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരികയാണ് ആത്മവിദ്യാ കാഹളം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ജിയും ഭാഷാകവികളും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് വക്കം അബ്ദുൽ ഖാദർ. മാപ്പിള റിവ്യൂ എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു. മാപ്പിള റിവ്യൂവിൻ്റെ പത്രാധിപരായിരുന്നു. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു. സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട്. നാലും തന്നെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എല്ലാം ശരിയാണ്. ഇവ ഓരോന്നും തന്നെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു ചോദ്യമായിട്ട് ഇനിയും കണ്ടേക്കാം, ശ്രദ്ധിക്കുക. ജിയും ഭാഷാകവികളും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ്. മാപ്പിള റിവ്യൂവിൻ്റെ പത്രാധിപരായിരുന്നു. നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു. സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കാം. മാറ്റങ്ങൾ തൂലികയിലൂടെ എന്ന പേര് കൊടുത്ത വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് SCERT ടെക്സ്റ്റിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. ഇത് പറഞ്ഞതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുകയുള്ളൂ. ഇതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വാക്കുകളാണ്. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. ഇതും ഓർത്തിരിക്കാം. കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിന് വക്കം അബ്ദുൽ ഖാദർ മൗലവി അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു. ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിലൂന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു. വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു. മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ തുടങ്ങിയ ഭാഷകളിൽ അദ്ദേഹം പാണ്ഡിത്യം നേടിയിരുന്നു. കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മൗലവി സഹകരിച്ച് പ്രവർത്തിച്ചു. അറിവിൻ്റെ വെളിച്ചം പകരാൻ മുസ്ലിം, അൽ ഇസ്ലാം എന്നീ മാസികകളും സ്വദേശാഭിമാനി എന്ന പത്രവും ആരംഭിച്ചു. കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചു. മുസ്ലിം, അൽ ഇസ്ലാം എന്നീ മാസികകളും സ്വദേശാഭിമാനി എന്ന പത്രവും ആരംഭിച്ചു. സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്തു കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രം 1910 പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും ചെയ്തു. പ്രസ് മടക്കി കിട്ടാനുള്ള ശ്രമം നടത്താൻ നിർബന്ധിച്ചപ്പോൾ എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്ന നിലപാടാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനായ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വീകരിച്ചത്. ഓക്കെ, എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്ന നിലപാട് സ്വീകരിച്ചത് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനായ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രം 1910 കണ്ടുകെട്ടുകയും രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുകയും ചെയ്തു. ഓക്കെ, ഇനി വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. 1873 ഡിസംബർ 28 ജനനം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ജനനം 1873 ഡിസംബർ 28 എവിടെയാണ് ജന്മസ്ഥലം വക്കമാണ്. തിരുവനന്തപുരം, ചിറയൻകീഴ് താലൂക്കിലെ വക്കം തിരുവനന്തപുരമാണ്. മരണം എപ്പോഴാണ്? 1932 ഒക്ടോബർ 31. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ജനനം 1873. ജന്മസ്ഥലം വക്കം തിരുവനന്തപുരം. മരണം 1932 ഒക്ടോബർ 31. പ്രധാനപ്പെട്ട കൃതികൾ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ദാവൂസ് ബാഹ്, ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം, ഇസ്ലാമിക് സന്ദേശം, സൂറത്ത് ഉൽ ഫാത്തിഹ. ദാവൂസ് ബാഹ്,
ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം, ഇസ്ലാമിക് സന്ദേശം, സൂറത്തുൽ ഫാത്തിഹ ഇവയെല്ലാമാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രധാനപ്പെട്ട കൃതികൾ. അടുത്തത് ഇനി അൽ ഇസ്ലാം, അൽ അമീൻ, അൽ ഹിലാൽ ഇവ മൂന്നും തന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. നോക്കാം. അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അൽ അമീൻ എന്ന പേരിലും അൽ ഹിലാൽ എന്ന പേരിലും പത്രങ്ങൾ ആരംഭിക്കുകയും വക്കം അബ്ദുൽ ഖാദർ മൗലവി ചെയ്തിട്ടുണ്ട്. അൽ ഇസ്ലാം എന്നത് മാസികയാണ്. അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചു. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചു. ഓക്കെ, അൽ ഇസ്ലാം എന്ന മാസിക, അൽ അമീൻ എന്ന പേരും അൽ ഇസ്ലാം എന്ന മാസികയും അൽ അമീൻ, അൽ ഹിലാൽ എന്നീ പേരുകളിൽ പത്രവും ആരംഭിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇനി 1906 മുസ്ലിം എന്ന പേരിൽ മലയാളം മാസിക പ്രസിദ്ധീകരിച്ചത് ആരാണ്? 1906 മുസ്ലിം എന്ന പേരിൽ മലയാളം മാസിക ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1918 മൗലവി ആരംഭിച്ച അറബി മലയാളം മാസികയാണ് ഏത്? അൽ ഇസ്ലാം എന്നത് അറബി മലയാളം മാസികയാണ് അൽ ഇസ്ലാം. മുസ്ലിം എന്നത് മലയാളം മാസികയാണ്. ഇനി ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിൻ്റെ സ്ഥാപകൻ ആരാണ്? ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിൻ്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1931 ദീപിക എന്ന മാസിക ആരംഭിച്ചു. ദീപിക എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1906 മുസ്ലിം എന്ന പേരിൽ മലയാളം മാസിക. 1918 മൗലവി ആരംഭിച്ച അറബി മലയാളം മാസികയാണ് അൽ ഇസ്ലാം. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിൻ്റെ സ്ഥാപകൻ. 1931 ദീപിക എന്ന മാസികയും ആരംഭിച്ചു. ഓക്കെ, അടുത്ത ചോദ്യം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന. ഒന്നാമത്തേത്, സവർണ ജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് സവർണ ജാഥ നടന്നത്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിഭായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ, വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിഭായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. മൂന്നും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം ആണോ? അല്ല. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു? പൊതുനിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു ആവശ്യം. അപ്പോൾ ഈ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമ്മുടെ ആൻസർ 1, 2, 3 എന്നതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. SCRTയിൽ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. ഏത് വർഷമാണ്? 1924 TK മാധവന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു. ഈ സമരങ്ങളെ തുടർന്നാണ് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ അവർണ ജാതിക്കാർക്ക് അനുവാദം ലഭിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് K കേളപ്പന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നു. ഏത് വർഷം? 1931 AK ഗോപാലനായിരുന്നു സമരത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. ഈ സത്യാഗ്രഹത്തിൽ P കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. ഈ ജനകീയ സമരങ്ങളുടെ എല്ലാം ഫലമായാണ് 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. തുടർന്ന് മദിരാശി ക്ഷേത്രപ്രവേശന വിളംബരം മലബാറിലും കൊച്ചി രാജാവിൻ്റെ വിളംബരപ്രകാരം കൊച്ചിയിലും എല്ലാ വിഭാഗക്കാർക്കും ആരാധനാ സ്വാതന്ത്ര്യം ലഭിച്ചു. നമുക്കിവിടെ നോക്കേണ്ട പോയിന്റ്, സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം 1924 TK മാധവന്റെ നേതൃത്വത്തിലാണ്. അതോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിക്കുന്നത്. അതേ തുടർന്ന് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യുന്നതിനായിട്ട്
അവർണജാതിക്കാർക്ക് അനുവാദം ലഭിച്ചു. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. 1931 ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ. AK ഗോപാലനായിരുന്നു സമരത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. സത്യാഗ്രഹത്തിൽ P കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായ മർദ്ദനമേൽക്കുകയും അതേ തുടർന്ന് 1936 ഈ സംഭവങ്ങളുടെ എല്ലാം ഫലമായിട്ട് 1936 നവംബർ 12 തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏതാണ്? വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ ആരായിരുന്നു തിരുവിതാംകൂർ ഭരണാധികാരി? ശ്രീമൂലം തിരുനാളായിരുന്നു കേട്ടോ. ശ്രീമൂലം തിരുനാളാണ്. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ ഭരണാധികാരി സേതു ലക്ഷ്മിബായി ആണ്. റാണി സേതു ലക്ഷ്മിബായി ആണ് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി. പിന്നെ മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ആരാണ്? EV രാമസ്വാമി നായ്ക്കരാണ്. മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് EV രാമസ്വാമി നായ്ക്കരാണ്. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച നേതാക്കളിൽ പ്രധാനിയായിരുന്നു EV രാമസ്വാമി നായ്ക്കർ. ഓക്കെ, EV രാമസ്വാമി നായ്ക്കർ അറിയപ്പെടുന്ന മറ്റ് പേരുകൾ എന്തൊക്കെയാണ്? പെരിയോർ, വൈക്കം ഹീറോ, വൈക്കം വീരർ എന്നീ പേരുകളിലൊക്കെ ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. പെരിയോർ, വൈക്കം ഹീറോ, വൈക്കം വീരർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആരാണ്? EV രാമസ്വാമി നായ്ക്കരാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം കൂടി നമുക്ക് ഈ ഒരു ചോദ്യപേപ്പറിൽ നോക്കാനുണ്ടായിരുന്നു. നോക്കാം. ഇതാ, സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? EV രാമസ്വാമി നായ്ക്കരാണ്. EV രാമസ്വാമി നായ്ക്കരാണ്. പെരിയോർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കരാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്. നോക്കൂ, പെരിയോറാണ്. പെരിയോർ, EV രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതി വിരുദ്ധ സമര നായകരിൽ ഒരാളുമാണ് പെരിയോർ അല്ലെങ്കിൽ EV രാമസ്വാമി നായ്ക്കർ. സാമൂഹിക പരിഷ്കർത്താവായ ഇദ്ദേഹം ബ്രാഹ്മണാധിപത്യത്തിലൂന്നിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലകൊണ്ടു. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു പെരിയാർ. ഓക്കെ, ഈ രണ്ട് വ്യക്തികളെ കൂടി SCRTയിൽ ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. നമുക്ക് അതുകൂടി നോക്കാം. ജ്യോതിറാവു ഫൂലെ. ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവു ഫൂലെയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. സ്ത്രീകൾ, ദളിതർ എന്നിവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫൂലെ സ്ഥാപിച്ചു. സാവിത്രിബായി ഫൂലെ. പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിബായി ഫൂലെ. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാല സ്ഥാപിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രിബായി ഫൂലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച വിദ്യാലയം എവിടെയാണ്? പൂനെയിലാണ്. ഓക്കെ, ഈ ഒരു ടേബിൾ കൂടി നോക്കൂ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, എങ്കിലും ഇതിൽ നിന്ന് തന്നെ ആ ചോദ്യം നമുക്ക് കിട്ടാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടോ, EV രാമസ്വാമി നായ്ക്കർ സ്വാഭിമാന പ്രസ്ഥാനം ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. കണ്ടോ, ഈ ഒരു പോയിന്റ് കിട്ടുവാണെങ്കിൽ തന്നെ നമുക്കത് കിട്ടിയേനെ. അപ്പോൾ ഈ ഒരു ടേബിൾ കൂടി നമുക്ക് പഠിക്കാം. പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, പരിഷ്കർത്താക്കൾ, ആശയങ്ങൾ. പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ: ആര്യസമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തു. രാമകൃഷ്ണ മിഷൻ പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദൻ. ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അലിഗഡ് പ്രസ്ഥാനം, പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? അലിഗഡ് പ്രസ്ഥാനം. സ്ഥാപകൻ സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. സർ സയ്യദ് അഹമ്മദ് ഖാൻ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി വാദിച്ചു. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു.
തിയോസഫിക്കൽ സൊസൈറ്റി, ആനി ബസന്റ് ആരംഭിച്ചിട്ടുള്ളതാണ് തിയോസഫിക്കൽ സൊസൈറ്റി. ഹിന്ദുമതത്തിന്റെ പുനരുദ്ധാനത്തിനായി നിലകൊണ്ടു തിയോസഫിക്കൽ സൊസൈറ്റി. വീരേശലിംഗം ആരംഭിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് ഏത്? ഹിതകാരിണി സമാജം. ഹിതകാരിണി സമാജം. വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തിയ പ്രസ്ഥാനമാണ് ഹിതകാരിണി സമാജം. അടുത്തത് സത്യശോധക് സമാജം. ജ്യോതിബ ഫുലെയുടേതാണ് സത്യശോധക് സമാജം. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു. പിന്നാക്ക വിഭാഗങ്ങൾക്കായി വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് ഏത്? സത്യശോധക് സമാജം എന്നത്. സ്വാഭിമാന പ്രസ്ഥാനം, നമ്മുടെ ചോദ്യം സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് EV രാമസ്വാമി നായിക്കരാണ്. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആരംഭിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു. പിന്നാക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി നിലകൊണ്ട പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, പാഞ്ചാലി ശപഥം എഴുതിയത് ആര്? പാഞ്ചാലി ശപഥം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. സുബ്രഹ്മണ്യ ഭാരതി. ഈ ഒരു പോർഷനും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. കണ്ടു, ഇവിടുന്ന് തന്നെയാണ് നമുക്ക് ചോദ്യം കിട്ടിയിട്ടുള്ളത്. ഇത് ഒന്നുകൂടി നമുക്ക് പഠിക്കേണ്ടത് ആവശ്യമുണ്ട്. നോക്കാം. കൃതികൾ, എഴുത്തുകാർ, ഭാഷ എന്നിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. കൃതികൾ ഇതാ നമ്മുടെ ചോദ്യം എവിടെയുണ്ട്. പാഞ്ചാലി ശപഥം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ രചിച്ചിട്ടുള്ളത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഭാഷ ഏതാണ്? തമിഴാണ്. തമിഴ്. പാഞ്ചാലി ശപഥം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ സുബ്രഹ്മണ്യ ഭാരതിയുടേതാണ്. ഭാഷ തമിഴാണ്. മറ്റു കൃതികൾ നോക്കാം. ഗോര, ഗീതാഞ്ജലി എന്നിവ രവീന്ദ്രനാഥ ടാഗോറിൻ്റെതാണ്. ബംഗാളി ഭാഷയിലുള്ളതാണ്. ഗോര, ഗീതാഞ്ജലി എന്നിവ രവീന്ദ്രനാഥ ടാഗോർ, ബംഗാളി ഭാഷയിൽ. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ പ്രേംചന്ദിൻ്റെ കൃതികളാണ്. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ പ്രേംചന്ദിൻ്റെ കൃതികളാണ്. ഹിന്ദി ഭാഷയിലുള്ളതാണ്. ഹിന്ദി ഭാഷ. മറ്റുള്ളവ ഇതാണ്. ഹയാത്തി സാദി, ഹയാത്തി ജാവീദ്. ഹയാത്തി സാദി, ഹയാത്തി ജാവീദ് എന്നിവ അൽതാഫ് ഹുസൈൻ ഹാലിയുടെ കൃതികളാണ്. അൽതാഫ് ഹുസൈൻ ഹാലിയുടെ കൃതികൾ ഏതൊക്കെയാണ്? ഹയാത്തി സാദി, ഹയാത്തി ജാവീദ്. ഹയാത്തി ജാവീദ്. ഉറുദു ഭാഷയിലാണ് ഇവ രചിക്കപ്പെട്ടിട്ടുള്ളത്. വിഷ്ണു കൃഷ്ണ ചിപ്ലങ്കാറിൻ്റെ കൃതിയാണ് നിബന്ധമാല എന്നത്. മറാത്തി ഭാഷയിൽ രചിക്കപ്പെട്ട നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലങ്കാറിൻ്റെതാണ്. വള്ളത്തോൾ നാരായണ മേനോൻ രചിച്ചിട്ടുള്ളതാണ് എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. മലയാളം ഭാഷയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ ആണല്ലോ. ഇവയെല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഇനിയും ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മിസ്സാവാൻ പാടില്ല, പഠിച്ചിരിക്കുക. അടുത്തത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് പരാമർശിച്ചിട്ടുള്ള 3 ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. നോക്കാം. ഒന്നാമതായിട്ട്, ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഇവിടെ ശരിയായിട്ടുള്ള ജോഡി പണ്ഡിറ്റ് കറുപ്പൻ ജാതി കുമ്മി എന്നതാണ്. ഓപ്ഷൻ ഡി, പണ്ഡിറ്റ് കറുപ്പൻ ജാതി കുമ്മി എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പം മറ്റു 3 നമുക്കൊന്ന് ശരിയാക്കണം. ചോദ്യപേപ്പറിൽ കണ്ട് തന്നെ നമ്മൾ ഇവയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. നോക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏതാണ്? ദർശനമാലയാണ്. ദർശനമാല ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. ചട്ടമ്പി സ്വാമികൾ രചിച്ചിട്ടുള്ളതാണ് പ്രാചീന മലയാളം. പ്രാചീന മലയാളത്തിൻ്റെ രചയിതാവാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അഖിലത്തിരുട്ട് വൈകുണ്ഠസ്വാമികളുടേതുമാണ്. അഖിലത്തിരുട്ട് വൈകുണ്ഠസ്വാമികൾ. ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തതാണ് എല്ലാം. ശ്രീനാരായണ ഗുരു ദർശനമാല, ചട്ടമ്പി സ്വാമികൾ പ്രാചീന മലയാളം, വൈകുണ്ഠസ്വാമികൾ അഖിലത്തിരുട്ട്. പണ്ഡിറ്റ് കറുപ്പൻ ജാതി കുമ്മി എന്നത് ശരിയായിട്ടുള്ള ഓപ്ഷനുമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ് എന്നതാണ്. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥമാണ് നവമഞ്ജരി എന്നത്. നവമഞ്ജരി. അപ്പോൾ മറ്റു ഓപ്ഷൻസ് ഏതൊക്കെയാണ്? അരുൾനൂൽ എന്നത് വൈകുണ്ഠസ്വാമികളുടേതാണ്. അയ്യ വൈകുണ്ഠർ രചിച്ചിട്ടുള്ളതാണ് അരുൾനൂൽ. വേദാധികാര നിരൂപണവും ആദിഭാഷയും ചട്ടമ്പി സ്വാമികളുടേതുമാണ്. ആദിഭാഷ, വേദാധികാര നിരൂപണം എന്നിവ ചട്ടമ്പി സ്വാമികൾ രചിച്ചിട്ടുള്ളതാണ്. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്. അതേതാന്ന് വെച്ചാൽ,
മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുധൻ എന്ന് വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവിനെയാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് 3 ചോദ്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. നോക്കാം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച്. എസ് കൊടുത്തിട്ടുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന ഗുരുവിന്റെ പ്രഖ്യാപനം കേരളീയ സമൂഹത്തിൽ നവചലനങ്ങൾ സൃഷ്ടിച്ചു. ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നതായിരുന്നു ഗുരുവിന്റെ ലക്ഷ്യം. അധസ്ഥിത ജനതയുടെ സാമൂഹിക ഉന്നമനം ആശയപ്രചരണങ്ങളിലൂടെ മാത്രം നേടാവുന്ന ഒന്നല്ല എന്ന് ഗുരുവിന് അറിയാമായിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായി ഗുരു ശ്രമിച്ചു. വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അക്കാലത്ത് നിലനിന്നിരുന്ന പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു. ആർഭാടവും അമിതവ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ഉപദേശിച്ചു. ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും വേണ്ടി 1903 സ്ഥാപിക്കപ്പെട്ടതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവ ഗുരുവിൻ്റെ പ്രധാന കൃതികളാണ്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവ ഗുരുവിൻ്റെ പ്രധാന കൃതികളാണ്. സാമൂഹ്യ നവോത്ഥാന രംഗത്ത് ഗുരുവിൻ്റെ സംഭാവനകൾ രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മാഗാന്ധി തുടങ്ങിയവരുടെ പ്രശംസയ്ക്ക് പാത്രമായി. വിദ്യാലയം, പ്രധാന ദേവാലയം. ശ്രീനാരായണ ഗുരു നടത്തിയ ക്ഷേത്രപ്രതിഷ്ഠകൾ ജാതി വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ എന്നിവ ഇവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ ഇവയെല്ലാം തന്നെ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്തായിരുന്നു ഗുരു നടത്തിയ അവസാനത്തെ പ്രതിഷ്ഠ. ഓം എന്നെഴുതിയ കണ്ണാടിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത്. ക്ഷേത്രങ്ങളുടേതിന് തുല്യമായ പ്രാധാന്യം വിദ്യാലയങ്ങൾക്കും നൽകിയ ഗുരു ഇങ്ങനെ പറഞ്ഞു: ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണം എന്ന്. ഓക്കെ, അടുത്തത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കുറച്ചുകൂടി പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. നാണു ആശാൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. കോടതികളിൽ നിന്ന് നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് അദ്ദേഹം. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും അദ്ദേഹം തന്നെയാണ്. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ്. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. നൂറ്റാണ്ടിൻ്റെ മലയാളിയായി മലയാള മനോരമ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. നൂറ്റാണ്ടിൻ്റെ മലയാളിയായിട്ട് മലയാള മനോരമ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകനാണ് ഇദ്ദേഹം, ശ്രീനാരായണ ഗുരു. ജീവിച്ചിരിക്കെ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ജീവിച്ചിരിക്കെ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ. എന്തൊക്കെ നമ്മൾ പറഞ്ഞത്? നാണുവാശൻ എന്ന പേരിൽ അറിയപ്പെട്ട നവോത്ഥാന നായകൻ, കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലും ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിലും ആദ്യമായി പ്രത്യക്ഷപ്പെട്ട മലയാളി, നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, നൂറ്റാണ്ടിൻ്റെ മലയാളിയായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള മനോരമ തിരഞ്ഞെടുത്ത വ്യക്തി,
ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ, ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ. ഇനി അദ്ദേഹത്തിൻ്റെ വിവർത്തനം ചെയ്ത കൃതികൾ നോക്കാം. അദ്ദേഹത്തിൻ്റെ വിവർത്തനം ചെയ്ത കൃതികളാണ്, ശ്രീനാരായണ ഗുരുവിൻ്റെ വിവർത്തനം ചെയ്ത കൃതികളാണ് ഈശാവാസ്യ ഉപനിഷത്ത്, ഒഴിവിലൊടുക്കം എന്നത്. ഈശാവാസ്യ ഉപനിഷത്തും ഒഴിവിലൊടുക്കവും. സംസ്കൃത രചനകൾ, ശ്രീനാരായണ ഗുരുവിൻ്റെ സംസ്കൃത രചനകളാണ് ദർശനമാല, നിർവൃത്തി പഞ്ചകം, ചിദംബരാഷ്ടകം, വേദാന്ത സൂത്രം എന്നിവ. ദർശനമാല, നിർവൃത്തി പഞ്ചകം, ചിദംബരാഷ്ടകം, വേദാന്ത സൂത്രം. ഇനി ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്, ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ രചനയാണ് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഇതാണ്, ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ടാണ്. തേവാര പതികങ്ങൾ, തേവാര പതികങ്ങൾ എന്താണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ തമിഴ് കൃതിയാണ് തേവാര പതികങ്ങൾ എന്നത്. തേവാര പതികങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ തമിഴ് കൃതിയാണ്. ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് എന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രചനയുമാണ്. ഓക്കെ. ഇനി SNDP നമ്മൾ നേരത്തെ പറഞ്ഞു, SCRTയിൽ നമ്മൾ വായിച്ചതാണ്. 1903 ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചത് SNDP അല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത്. 1903 മെയ് 15 SNDP സ്ഥാപിച്ചത്. ആസ്ഥാനം എവിടെയാണ്? SNDPയുടെ ആസ്ഥാനം കൊല്ലമാണ്. കൊല്ലം. SNDPയുടെ ആജീവനാന്തകാല അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു. SNDPയുടെ ആജീവനാന്തകാല അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. SNDP സ്ഥാപിച്ചത് 1903 മെയ് 15 SNDPയുടെ ആസ്ഥാനം കൊല്ലമാണ്. ഇനി ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്, രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് 1922 നവംബർ 22 1922 നവംബർ 22 ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് 1925 മാർച്ച് 12 ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് 1925 മാർച്ച് 12. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് 1922 ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് 1925 ഓക്കെ. ഇനി ഒരു പുസ്തകം കൂടി നോക്കാം. ഗുരുവിൻ്റെ ദുഃഖം എന്ന കൃതി രചിച്ചത് ആരാണ്? സുകുമാർ അഴീക്കോടാണ്. ഗുരുവിൻ്റെ ദുഃഖം എന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കോടാണെന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ SCRTയിൽ നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ കൂടാതെ മറ്റ് ചില നവോത്ഥാന നേതാക്കന്മാരെ കുറിച്ചുകൂടി തന്നിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് നോക്കി പോവാം. ഐത്തത്തിനെതിരെ കിണറുകൾ, വൈകുണ്ഠസ്വാമികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ. കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെടുന്നവർക്ക് അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് ഐത്തമെന്ന ദുരാചാരത്തെ വൈകുണ്ഠസ്വാമികൾ വെല്ലുവിളിച്ചു. ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ്കറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. കൂടാതെ അദ്ദേഹം മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ഇത്തരം സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന ചാന്നാർ ലഹളയ്ക്ക് സ്വാമികളുടെ പ്രവർത്തനങ്ങൾ പ്രചോദനമായി. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന സ്വാമികളുടെ നിലപാടും ജനങ്ങളെ സ്വാധീനിച്ചു. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള അദ്ദേഹത്തിൻ്റെ എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് ആഹ്വാനം ചെയ്തതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചതാരാണ്? അയ്യ വൈകുണ്ഠരാണ്. ഓക്കെ. അപ്പോൾ വൈകുണ്ഠസ്വാമികളെ കുറിച്ച് നമ്മൾ കണ്ടു.
ഇനി വിദ്യയും വിത്തവും ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ജാതി മത വർഗ വിവേചനത്തിനതീതമായി മനുഷ്യ സമൂഹത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യസ്നേഹിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. ചട്ടമ്പി സ്വാമികൾ തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ് ജനിച്ചത്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സ്വാമികൾ അവരുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. മിശ്രഭോജനം നടത്തിയതാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ ചട്ടമ്പി സ്വാമികൾ എതിർത്തു. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗങ്ങളുമായി അദ്ദേഹം യോജിച്ച് പ്രവർത്തിച്ചു. ഉപനിഷത്തുകളിൽ നിന്നും വേദങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവ് ഉണ്ടായിരുന്നു. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ജാതിമത ചിന്തകൾക്ക് അതീതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ. കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് അദ്ദേഹം സമാധിയായത്. കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് ചട്ടമ്പി സ്വാമികളുടെ സമാധി. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. നോക്കാം. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രണത്തിന് ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ചുമതല ഗുരുനാഥൻ അയ്യപ്പനെ ഏൽപ്പിച്ചു. ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ളയാൾ എന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന പേര് വന്നത്. ഇങ്ങനെയാണ് അയ്യപ്പൻ പിൽക്കാലത്ത് ചട്ടമ്പി സ്വാമികൾ എന്ന് അറിയപ്പെട്ടത്. ഓക്കെ, അടുത്തത് അയ്യങ്കാളി. വിദ്യാഭ്യാസം, സാമൂഹ്യ മൂലധനം. അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി. സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ സാമൂഹ്യ നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം 1904 അധസ്ഥിതർക്കു മാത്രമായി ഒരു വിദ്യാലയം ആരംഭിച്ചു. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞതാരാണ്? അയ്യങ്കാളിയാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. അധസ്ഥിത വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ അയ്യങ്കാളി നടത്തിയ പ്രഖ്യാപനമാണിത്. ഓക്കെ, തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത്. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന എന്നിവ ഈ സംഘടനയുടെ ലക്ഷ്യങ്ങളായിരുന്നു. അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവ് എന്ന നിലയിൽ പ്രസിദ്ധനായ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ ഗാന്ധിജി പ്രകീർത്തിച്ചു. വില്ലുവണ്ടിയിലെ ചരിത്രയാത്ര. 1893 വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് അയ്യങ്കാളി സാമൂഹ്യ വിലക്കുകളെ ലംഘിച്ചു. അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ചു. അപ്പോൾ വില്ലുവണ്ടി യാത്ര എപ്പോഴാണ്? 1893 വെങ്ങാനൂരിലെ പൊതുനിരത്തിലൂടെയാണ് വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് അദ്ദേഹം സാമൂഹ്യ വിലക്കുകൾക്കെതിരെ പ്രവർത്തിച്ചത്. കല്ലുമാല സമരം. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് കല്ലുമാല ആഭരണമായി ധരിക്കുന്നവനായിരുന്നു. കീഴായ്മയുടെ ചിഹ്നമായ കല്ലുമാല വലിച്ചെറിയാൻ അയ്യങ്കാളി അവരോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ അവർ വലിച്ചെറിഞ്ഞ കല്ലുമാലകൾ 4 അടി ഉയരത്തിൽ കുമിഞ്ഞുകൂടി. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി യാത്ര നടത്തിയതാരാണ്? അയ്യങ്കാളിയാണ്. ഓക്കെ, തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് ജനിച്ചത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന ആഹ്വാനം നടത്തിയത് അല്ലെങ്കിൽ പ്രഖ്യാപനം നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. PSC നേരത്തെ ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഈ ഒരു പ്രഖ്യാപനം ആരുടേതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് പഠിക്കുക, ഡീറ്റെയിൽഡ് ഫാക്ട്സ് പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് SCRTയിൽ നമ്മൾ തരുന്ന ഭാഗങ്ങളും കൂടി മനസ്സിലാക്കി വെക്കുക. അടുത്ത ഘട്ടത്തിലേക്ക് വേണ്ടി നല്ല രീതിക്ക് തയ്യാറെടുക്കുക കേട്ടോ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.